പ്രോജക്റ്റ് തയ്യാറാക്കി നമുക്ക് ഡയറക്റ്റായിട്ട് കൺസേൺഡ് ബാങ്കിനെ അല്ല ഏൽപ്പിക്കേണ്ട, ഫണ്ടിങ് ഏജൻസിക്ക് നൽകേണ്ട. എന്തെന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ഏജൻസി ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തിരുത്തി അവർ റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത് അപ്രൂവൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്രൂവൽ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കറക്ഷന് തിരിച്ചയക്കും. ഇതെല്ലാം ഓൺലൈൻ ആയിരിക്കും, ചിലപ്പം ബൈ കോൾസും ഉണ്ടാവും. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ അപ്രൂവ് ചെയ്യുന്ന ഏജൻസികൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ അനുസരിച്ചിട്ട് റിവ്യൂ ചെയ്ത് വരുന്നത് അവര് വെരിഫൈഡ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ഇങ്ങനെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് ഇത്തരം പ്രോജക്റ്റുകൾ, സബ്സിഡി സ്കീമുകളിലുള്ള പ്രോജക്റ്റുകൾ നേരിട്ട് ബാങ്കിലോട്ടാണ് പോകുന്നത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലോട്ടായിരിക്കും നോർമലി. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എല്ലാത്തരം ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തരം ബാങ്കുകളും ആകാം, നാഷണലൈസ്ഡ് ബാങ്കും പ്രൈവറ്റ് ബാങ്കും എന്ന് പറഞ്ഞാൽ ആ സ്കീം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണർ ബാങ്ക് എന്ന് പറയും. ആ സ്കീം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണർ ബാങ്കുകളുടെ ലിസ്റ്റുകൾ സ്കീമുകൾ ഉണ്ടാവും. അതിനകത്ത് IFSC കോഡ് വെച്ച് ട്രാക്ക് ചെയ്തിട്ടാണ് ഫയൽ സബ്മിറ്റ് ചെയ്യുന്നത്, ആ ബാങ്കിലോട്ട് പോകുന്നത്.